ലൈറ്റ് എന്ന പാഠഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത് ആണ്. അതിൽ വരുന്ന ഭാഗമാണ് ലൈറ്റ്. ഓക്കെ, അപ്പം ലൈറ്റിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? നമുക്ക് ഇപ്പോൾ ആർക്കിടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നോട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് നോട്ട്സിനകത്ത് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് പഠിച്ചു പോവാം. എന്താണ് ലൈറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? യെസ്, ദി റിക്വയർമെൻറ്റ് ഫോർ ഗുഡ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ലൈറ്റ്. നമുക്ക് കാഴ്ചയ്ക്ക് നമുക്ക് എല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റ് അത്യാവശ്യമാണ്, അല്ലേ? എസെൻഷ്യൽ ഫോർ എഫിഷ്യൻറ്റ് വിഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വിഷൻ ലഭ്യമാവണമെങ്കിൽ ലൈറ്റ് ഉണ്ടായിരിക്കണം. ലൈറ്റ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് കുറഞ്ഞാൽ തന്നെ നമുക്ക് കണ്ണിന് സ്ട്രെയിൻ വരും, അല്ലേ? സാധാരണയായിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫിഷ്യൻസിയെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, മേജർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എഫിഷ്യൻറ്റ് വിഷൻ ആർ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് വരുന്നത് നമുക്ക് ഫസ്റ്റിൽ വരുന്നത് സഫിഷ്യൻസിയാണ്. എന്താണ് സഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ? എന്താണ്? നമുക്ക് അത്യാവശ്യത്തിന് വെളിച്ചമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു സുഖകരമായിട്ടുള്ള വിഷൻ നമുക്ക് ലഭ്യമാവുള്ളൂ, അല്ലേ? ലൈറ്റിംഗ് ഷുഡ് ബി സഫിഷ്യൻറ്റ് ഫോർ ദി ഐ ടു റെക്കഗ്നൈസ്. നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി, നമുക്ക് കാഴ്ചയിലൂടെ ഓരോ വസ്തുക്കളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നല്ല പ്രകാശം ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് കാഴ്ചയിലൂടെ ആ ഒരു വസ്തു എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ദിസ് ഷുഡ് ബി ഡൺ വിത്തൗട്ട് കോസിങ് സ്ട്രെയിൻ ടു ദി ഐ. നമുക്ക് കണ്ണിന് അധികം സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ ആ വസ്തുക്കളെ ഐഡൻറ്റിഫൈ ചെയ്യാനും കാഴ്ച സുഗമമാവാനും നമുക്ക് എന്ത് വേണം? ലൈറ്റിൻ്റെ അത്യാവശ്യമുണ്ട്. അതിൻ്റെ ഒരു ഇലിമിനേഷൻ കൊടുത്തിട്ടുണ്ട്. 15 to 20 ഫുട്ട് കാൻഡിൽസ്. നമ്മൾ ലൈറ്റിൻ്റെ അതിൻ്റെ SI യൂണിറ്റാണ്. ലൈറ്റിൻ്റെ അളക്കുന്നതിൻ്റെ SI യൂണിറ്റിനാണ് പറയുന്നത് ഫുട്ട് കാൻഡിൽസ് എന്ന് പറയുന്നത്. അത് അതിൻ്റെ മെഷർമെൻറ്റാണ് വരുന്നത്. ലൈറ്റിൻ്റെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഫുട്ട് കാൻഡിൽ എന്ന് പറയുന്ന യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു വിഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ആ ലൈറ്റിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി അല്ലെങ്കിൽ വോളിയം അത് 15 to 20 ഫുട്ട് കാൻഡിൽസ് ആ ഒരു റേഞ്ചിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല സുഖകരമായിട്ടുള്ള സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു വിഷൻ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതിനകത്ത് പറയുന്നുണ്ട് 1 ഫുട്ട് കാൻഡിൽ ഈസ് 10.76 ലെക്സ്. അത് പിന്നീട് പഠിപ്പിക്കുന്നുണ്ട്. ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ. അതോരോ അളവുകളാണ്, അതിൻ്റെ യൂണിറ്റുകളാണ്, അതെന്താണെന്ന് പിന്നീട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു വിഷൻ വേണമെങ്കിൽ എത്ര ഫുട്ട് കാൻഡിൽസ് ആണ് വേണ്ടത്? 15 to 20 ഫുട്ട് കാൻഡിലാണ് ഇലിമിനേഷൻ വേണ്ടത് നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു പറയുന്നത് ബേസിക് മിനിമം ഫോർ സാറ്റിസ്ഫാക്ടറി വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അത്രയാണ് വരുന്നത്. സഫിഷ്യൻസി പറഞ്ഞാൽ നമുക്കല്ലേ, നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന രീതിയാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ഡിസ്ട്രിബ്യൂഷനാണ്. ഡിസ്ട്രിബ്യൂഷനിൽ എന്താ പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ലൈറ്റ് ഷുഡ് ബി യൂണിഫോം. നമുക്ക് കാഴ്ച അല്ലെങ്കിൽ നമുക്ക് ഒരു വസ്തുവിനെ കാണുന്നതിനോ അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഒരു വിതരണം അത് കോൺസ്റ്റൻ്റ് ആയിട്ട് യൂണിഫോം ഒരേപോലെ നിന്നാൽ മാത്രമാണ് നമുക്ക് കാഴ്ച സുഖകരമായി നിൽക്കുള്ളൂ. അല്ലാതെ ഡിം ലൈറ്റ് അല്ലെങ്കിൽ ബ്ലിങ്കിങ് ലൈറ്റുകളൊക്കെ ആകുമ്പോൾ നമുക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് വരും, കണ്ണിന് സ്ട്രെയിൻ വരും. ഓക്കെ, എന്താ പറയുന്നത്? ഹാവിങ് സെയിം ഇൻറ്റൻസിറ്റി ഓവർ ദി വോൾ ഫീൽഡ് ഓഫ് വർക്ക്. നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ കൂടെ അവിടെ ആ വെളിച്ചത്തിൻ്റെ അളവ് അത് കൃത്യമായിട്ട് ഒരേപോലെ നിന്നാൽ മാത്രമാണ് നമുക്ക് സുഖകരമായിട്ട് അത് ചെയ്യാൻ കഴിയുള്ളൂ. ഇഫ് ദർ ആർ കോൺട്രാക്ട് ഡിഫറൻസ് ഇൻ ലൈറ്റ് ഇറ്റ് വിൽ കോസ് ദി സ്ട്രെയിൻ ടു ഐസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം ഈ വെളിച്ചം കുറഞ്ഞും കൂടിയും അങ്ങനെ നിൽക്കുന്ന ഒരു ലെവലിലെത്തുമ്പോൾ നമുക്ക് കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ എടുക്കും, നമുക്ക് കാഴ്ചയ്ക്കും അത് പ്രശ്നമാവും. ഓക്കെ, പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് വിത്തൗട്ട് പ്രൊഡ്യൂസിങ് ഷാഡോ ആർ എസെൻഷ്യൽ ഫോർ പ്രോപ്പർ വിഷൻ. അതാ പറയുന്നത്, പ്രോപ്പറായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? വിത്തൗട്ട് പ്രൊഡ്യൂസിങ് ഷാഡോസ്, നിഴലുകൾ ഉണ്ടാവില്ല. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നിഴലിന് സാധ്യതയില്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വിഷൻ നമുക്ക് ലഭ്യമാവും. അടുത്തത് വരുന്നത് ആബ്സെൻസ് ഓഫ് ഗ്ലെയർ ആണ്. എന്താണ് ഗ്ലെയർ എന്ന് പറഞ്ഞാൽ? എന്താണ് ഗ്ലെയർ? മീൻസ് എക്സസീവ് ബ്രൈറ്റ്നെസ് ആണ് പറയുന്നത്, കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് വെളിച്ചം കൂടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലേ. ഇപ്പോൾ കോൺട്രാസ്റ്റ്, അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇത് ഒരുപാട് ബ്രൈറ്റ്നെസ് കൂടുമ്പോൾ ശക്തമായിട്ടുള്ള വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് കാഴ്ച മങ്ങിപ്പോവും, നമുക്ക് കാണാൻ പറ്റില്ല, തിരിച്ചറിയാൻ പറ്റില്ല, ഏതൊരു വസ്തുവാണെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് ഓട്ടോമൊബൈൽ ലൈറ്റ് ഡ്യൂറിങ് നൈറ്റ്. നമുക്ക് ഇപ്പോൾ രാത്രികളിൽ വാഹനങ്ങളിൽ ഹെവി ബ്രൈറ്റ് ലൈറ്റ് തെളിയിക്കുമ്പോൾ
എതിരെ പോകുന്ന നമുക്ക് മറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ആ ഒരു ഗ്ലെയർ നമ്മുടെ കണ്ണിലേക്ക് അടിച്ച് നമ്മുടെ വിഷൻ ബ്ലറായി പോകാൻ സാധ്യതയുണ്ട്. ഗ്ലെയർ ക്യാൻ കം ഫ്രം ദി ഡയറക്റ്റ് ലൈറ്റ് സോഴ്സ് ഓർ ഫ്രം എ റിഫ്ലക്റ്റഡ് സർഫസ്. അത് ഡയറക്റ്റായിട്ടും വരാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും റിഫ്ലക്റ്റ് ആയിട്ട് വരുന്ന ലൈറ്റും ഗ്ലെയറുകൾ സൃഷ്ടിക്കാം. അപ്പം ഈ ആബ്സെൻസ് ഓഫ് ഗ്ലെയർ എന്ന് പറഞ്ഞാൽ ഗ്ലെയർ ഉണ്ടായാൽ നമുക്ക് കാഴ്ചയ്ക്ക് പ്രശ്നം വരും, കണ്ണിന് സ്ട്രെയിൻ വരും. ഓക്കെ, കോസ് അനോയൻസ്, നമുക്കത് ഒരു ശല്യമാവുന്ന രീതിയിലാണ് ഗ്ലെയറുകൾ വരുന്നത് അല്ലേ. ഗ്ലെയർ അടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കണ്ണിന് ഭയങ്കര ഒരു ശല്യം തന്നെയാണ് തോന്നുന്നത്. ഐ കനോട്ട് ടോളറേറ്റ് ഗ്ലെയർ സിൻസ് ഇറ്റ് കോസ് അക്യൂട്ട് ഡിസ്കംഫർട്ട് ആൻഡ് റിഡ്യൂസ് ക്രിട്ടിക്കൽ വേർഷൻ എന്ന് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ച കുറയ്ക്കാൻ ഗ്ലെയർ മുഖാന്തരം നമ്മുടെ കാഴ്ച കുറയും. അപ്പം ഈ ആബ്സെൻസ് ഓഫ് ഈ ഗ്ലെയർ ഇല്ലാതിരിക്കുമ്പോഴാണ് എന്ത് വരിക, നമുക്കൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള വിഷൻ ഉണ്ടാവുള്ളൂ. അപ്പം ഗ്ലെയറുകൾ ഇല്ലാത്ത രീതിയിലാണ് ഈ പോയിന്റ് പറയുന്നത്. ഇനി അടുത്തത് എന്താ പറയുന്നത്, സ്റ്റെഡിനെസ് എന്ന് പറയുന്നുണ്ട്. ആബ്സെൻസ് ഓഫ് ഷാർപ്പ് ഷാഡോ. അത് ഈ ഷാഡോ എന്ന് പറഞ്ഞാൽ വരില്ല, ചില നിഴലുകളിൽ നമുക്ക് പെട്ടെന്ന് വിഷൻ കറക്റ്റ് ആവുന്നില്ല. സ്ലൈറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കുറച്ചൊന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു ഷാർപ്പ് ഷാഡോ ആണെങ്കിൽ എന്താ പറയുന്നത്, ഷാർപ്പ് ആൻഡ് കോൺട്രാസ്റ്റിംഗ് ഷാഡോ ആർ ഡിസ്റ്റർബിങ് എന്ന് പറയുന്നത്. നമുക്കത് നമ്മുടെ വിഷന് ഡിസ്റ്റർബിങ് വരുന്നതാണ് ഷാർപ്പ് ഷാഡോസ് ക്യാൻ കൺഫ്യൂസ് ദി ഐസ്, ദർഫോർ ഷുഡ് നോട്ട് ബി പ്രസൻറ്റ് ഇൻ ദി ഫീൽഡ് ഓഫ് വിഷൻ. അത് കൺഫ്യൂഷൻ വരും, കാരണം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത്. അപ്പം ആ ആബ്സെൻസ് ഓഫ് ഷാർപ്പ് ഷാഡോ ഇല്ലെങ്കിൽ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വിഷൻ കിട്ടും. അടുത്ത എന്താ പറയുന്നത്, എഫിഷ്യൻ്റ് വിഷൻ്റെ അടുത്ത പോയിന്റ് പറയുന്നത് സ്റ്റെഡിനെസ് ആണ്. സ്റ്റെഡിനെസ്സിൽ എന്താ പറയുന്നത്, അതിൻ്റെ സോഴ്സാണ് പറയുന്നത്. സോഴ്സ് ഓഫ് ലൈറ്റ് ഷുഡ് ബി കോൺസ്റ്റൻറ്റ്. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. സ്റ്റെഡിനെസ് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരേപോലെ നിൽക്കണം എന്നാണ് പറയുന്നത് അല്ലേ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം പറഞ്ഞു, ഡിസ്ട്രിബ്യൂഷനും ഒരേ തോതിൽ നിന്നാൽ മാത്രമാണ് നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള വിഷൻ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെയാണ് സ്റ്റെഡിനെസ്സും. അതിൻ്റെ സോഴ്സ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ഫ്ലിക്കർ. അതുപോലെ തന്നെ ഫ്ലിക്കർ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ ഈ മിന്നിത്തിളങ്ങുന്ന ലൈറ്റിംഗ് ആണെങ്കിൽ എന്തുണ്ടാവും, സിൻസ് ഫ്ലിക്കിംഗ് ക്യാൻ കോസ് സ്ട്രെയിൻ ഇൻ ഐസ് ആൻഡ് ക്യാൻ കോസ് ആക്സിഡൻറ്റ്. ഇപ്പം നമുക്കിപ്പം ഒരു വാഹനം തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഫ്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, നമുക്ക് മുന്നിലോട്ടുള്ള വഴി നമുക്ക് കാണാൻ പറ്റില്ല. അത് മുഖാന്തരം നമുക്ക് അപകടങ്ങൾ വരെ ഉണ്ടാവാം. അതാണ് പറയുന്നത്, സ്റ്റെഡിനെസ് ആണ് പറയുന്നത്. അത് കറക്റ്റായിട്ടിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിട്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബെറ്റർ വിഷൻ സാധ്യമാവും. ഇനി അടുത്ത് പറയുന്നത് കളർ ഓഫ് ലൈറ്റ് ആൻഡ് സറൗണ്ടിങ്സ് ആണ് പറയുന്നത് അല്ലേ. ലൈറ്റിൻ്റെ കളർ എന്താണ്, കളർ കൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള വിഷൻ ലഭ്യമാവുക. നമുക്കിപ്പോൾ അറിയാവില്ലേ, കളർ ഓഫ് ദി ലൈറ്റ് ഈസ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ് ആസ് ലോങ് ആസ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി ലൈറ്റ് ഈസ് അഡിക്വേറ്റ്. നമുക്ക് ഓരോ വസ്തുക്കൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു കളർ, ഇപ്പം ഒരു കളറിൽ ഏത് കളറാണ് വരുമ്പോഴാണ് നമുക്ക് വിഷൻ കൃത്യമായിട്ട്, അത് ചിലപ്പോൾ ഒരു സൈൻ ബോർഡായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോർഡുകളായിരിക്കാം. അപ്പോൾ അത് ഏതൊക്കെ കളറുകളാണ് അതിലേക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള വിഷൻ വരുന്നതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ സൈൻ ബോർഡുകൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോഴൊക്കെ സൈൻ ബോർഡുകൾ ഇപ്പോൾ നൈറ്റിൽ ഇപ്പോൾ ഡ്രൈവിന് പോകുകയാണെങ്കിൽ സൈൻ ബോർഡുകളൊക്കെ അറിയാം, നല്ല റിഫ്ലക്റ്റിംഗ് എഫക്റ്റിലാണ് സൈൻ ബോർഡുകളുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഫോർ എഫക്റ്റീവ് വിഷൻ കളർ സ്കീം ഓഫ് ദി സറൗണ്ടിങ്സ് ആർ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാവാത്ത നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വിഷന് വേണ്ടിയിട്ട് നമ്മുടെ കളർ സ്കീമുകളൊക്കെ കൃത്യമായിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് ഒരു സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിലായിരിക്കണം. ഇനി അതിൻ്റെ റിഫ്ലക്ഷൻ ഫാക്ടേഴ്സ് നമുക്ക് വീടിനകത്തുണ്ടായിരിക്കുന്ന റിഫ്ലക്ഷൻ ഫാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നത് ഈ പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. സീലിംഗ് ആൻഡ് റൂഫ് 80% ആണ് റിഫ്ലക്ഷൻ വേണ്ടത്. സീലിംഗ് ആൻഡ് റൂഫ് 80% ആണ് റിഫ്ലക്ഷൻ വേണ്ടത്. ഓക്കെ, ഇനി വാൾസിലേക്ക് വരുമ്പോൾ, ചുമരുകളിലേക്ക് വരുമ്പോൾ അത് 50 to 60% വരണം. ഫർണിച്ചർ ആകുമ്പോൾ 30 to 40%. ഇനി ഫ്ലോർ എത്ര വരണം, 15 to 20% ആണ് റിഫ്ലക്ഷൻ ഫാക്ടേഴ്സ് വരേണ്ടത്. വീടിനകത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ യെല്ലോ കൊടുത്തിരിക്കുന്ന പോയിന്റുകൾ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. ഓക്കെ,
ഇനി നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് അളക്കുന്നത്, മെഷർമെൻറ്റ് ഓഫ് ലൈറ്റ് എങ്ങനെയാണ് അളക്കുന്നത്. നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞല്ലേ അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ യൂണിറ്റ് പറഞ്ഞു, ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് പറഞ്ഞത് ഫുഡ് കാൻഡിൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഫുഡ് കാൻഡിൽസ് എന്ന് പറഞ്ഞ യൂണിറ്റിലാണ് ലൈറ്റ് ഈസ് മെഷേർഡ് ഇൻ ദി ടേം ഫുഡ് കാൻഡിൽസ്. ഓക്കെ, അപ്പോൾ ഫുഡ് കാൻഡിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡീപ്പായിട്ട് പഠിക്കേണ്ട അതൊന്നുമില്ല, പക്ഷേ ഇത് അറിഞ്ഞിരുന്നാൽ മതി അതിൻ്റെ മെഷർമെൻറ്റിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഫുഡ് കാൻഡിൽ എന്ന് പറഞ്ഞാൽ food candle is defined as the intensity of light we derive at a point placed at a distance 1 foot from light source of standard candle power. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. അത് ഡെഫിനിഷനൊന്നും നമുക്ക് പരീക്ഷയിൽ ചോദിച്ച് കണ്ടിട്ടില്ല. അതിൻ്റെ യൂണിറ്റാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ലൈറ്റ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഫുഡ് കാൻഡിൽസ് എന്ന യൂണിറ്റിലാണ് ലൈറ്റ് മെഷർമെൻറ്റ് ചെയ്യുക. ഇനി അതേപോലെ തന്നെ കോമൺ ആയിട്ടുള്ള മെഷർമെൻറ്റുകളുണ്ട്. അപ്പം നമ്മളിപ്പം ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്നൊക്കെ നേരത്തെ പഠിച്ചു അല്ലേ. നമുക്ക് വീടിനകത്ത് എത്രയാണ് വേണ്ടതെന്നുള്ളത് പഠിച്ചു, റിഫ്ലക്ഷൻ ഫാക്ടേഴ്സ് പഠിച്ചു. ഇനി നമുക്ക് ഇത് നോട്ടിനകത്തില്ല, എന്നാലും ഞാൻ കൂടെ ഒന്ന് പറഞ്ഞ് പോവാം. നമുക്ക് റെക്കമെൻഡഡ് ലൈറ്റ് ഇൻറ്റൻസിറ്റി ഉണ്ട്, കുറച്ച് ഇതുണ്ട്. അപ്പം റൂംസ് ഇപ്പം നമുക്ക് ലിവിങ് റൂംസിനകത്ത് 7 ഫുഡ് കാൻഡിൽസ് ആണ് വേണ്ടത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി. ഇനി റീഡിങ്ങിന് എത്രയാണ് വേണ്ടത്, റീഡിങ്ങിന് വരുന്നത് നമുക്ക് 6 to 10 ഫുഡ് കാൻഡിൽസ്. 6 to 10 ഫുഡ് കാൻഡിൽസിലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റീഡിങ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ, കണ്ണിന് സ്ട്രെയിൻ ഇല്ലാതെ. ഇനി ബാത്റൂമുകളിൽ എത്രയാണ് വേണ്ടത്, ബാത്റൂമിൽ 6 to 10 ഫുഡ് കാൻഡിൽ ഇൻറ്റൻസിറ്റി വേണം ലൈറ്റിൻ്റെ. ബെഡ്റൂമിൽ വേണ്ടത് 4 to 6. അതേപോലെ തന്നെ സ്റ്റെയറിൽ എത്രയാണ് വേണ്ടത്, 2 to 4 ആണ് വേണ്ടത്, ഫുഡ് കാൻഡിൽസ് ആണ് വേണ്ടത്. ഇനി ഏറ്റവും കൂടുതൽ വേണ്ടത് ഓപ്പറേഷൻ തിയേറ്ററുകളിലാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് 75 ഫുഡ് കാൻഡിൽസ് ആണ് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ വേണ്ടത്. അപ്പം അതുപോലെ തന്നെ ലാബോറട്ടറികളിൽ വേണ്ടത് 20 ഫുഡ് കാൻഡിൽസ് ആണ് വേണ്ടത്. ഈ അളവുകൾ നോട്ടിലില്ല, ഞാൻ ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് ഇട്ട് തരാം. ഇനി നമുക്ക് ഇതിൽ പറഞ്ഞതുപോലെ കോമൺ മെഷേഴ്സ് ഉണ്ട്, ലൈറ്റിൻ്റെ കോമൺ മെഷേഴ്സുകളുണ്ട്. നമുക്ക് ലൂമിനസ് ഇൻറ്റൻസിറ്റി, ലൂമിനസ് ഫ്ലക്സ്, ഇലുമിനേഷൻ, ബ്രൈറ്റ്നെസ്, ഇതൊക്കെ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള മെഷർമെൻറ്റുകളാണ്. അപ്പോൾ ലൂമിനസ് ഇൻറ്റൻസിറ്റി പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദി പവർ ഓഫ് എ ലൈറ്റ് സോഴ്സ്. ഒരു ലൈറ്റ് സോഴ്സിൻ്റെ പവർ നോക്കുന്നതാണ്. കൺസിഡർ ആസ് എ പീരീഡ് ഓഫ് റേഡിയേഷൻ ഇൻ ഓൾ ഡയറക്ഷൻസ്. അതിനെയാണ് നമ്മൾ അതിനെ അളക്കുന്ന ഒരു തോത് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ യൂണിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൻഡില എന്ന് പറഞ്ഞിരിക്കുന്ന യൂണിറ്റിലാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നത്. കാൻഡില കാൻഡില എന്ന് പറഞ്ഞ യൂണിറ്റിലാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് ലൂമിനസ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദി ഫ്ലോ ഓഫ് ലൈറ്റ് ലൂമൻ. അതിൻ്റെ ഫ്ലോ അളക്കുന്നതാണ് ലൂമിനസ് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ. ഇലുമിനേഷനും അതേപോലെ തന്നെ ഇലുമിനൻസ് എന്നൊക്കെ പറയും. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഈസ് ദി എമൗണ്ട് ഓഫ് ലൈറ്റ് റീച്ചിങ് എ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സോഴ്സിൽ നിന്ന് ലഭ്യമാവുന്ന ലൈറ്റിനെ പറയുന്നതാണ്, അതിൻ്റെ എമൗണ്ടിനെ കുറിക്കുന്നതാണ് നമ്മൾ ഇലുമിനേഷൻ എന്ന് പറയുന്നത്. അതിനെ അളക്കുന്ന യൂണിറ്റാണ് നമ്മൾ ലക്സ് എന്ന് പറയും, LUX. ഇലുമിനേഷനെ മെഷർ ചെയ്യുന്ന യൂണിറ്റിന് പറയുന്ന പേരാണ് ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലൂമിനസ് ഫ്ലക്സിന് നമ്മൾ അതിൻ്റെ യൂണിറ്റിന് പറയുന്നത് ലുമൻ ആണ്. ലൈറ്റ് ലുമൻ, LUMEN, ലുമൻ. ഓക്കെ, അപ്പോൾ ഈ പേരുകളും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഞാനതിൻ്റെ വൈഡായിട്ട് അതിൻ്റെ നോട്ടുകളിൽ ഇട്ടിട്ടില്ല. അപ്പം ലൂമിനസ് ഇൻറ്റൻസിറ്റി നമ്മൾ കാൻഡിലയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ലൂമിനസ് ഫ്ലക്സ് എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റ് വരുന്നത് ലൂമൻ ആണ്. ഇലുമിനേഷൻ വരുന്നത് ലക്സ് ആണ്, LUX, ലക്സ്. ഇനി വരുന്നത് ബ്രൈറ്റ്നെസ് ആണ്. എന്താണ് ബ്രൈറ്റ്നെസ്സിൽ എന്താണ് വരുന്നത്, ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ലൈറ്റ് റിഫ്ലക്റ്റ് ഫ്രം സർഫസ്. അതിൻ്റെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതിനാണ് ഇത് എമൗണ്ട് ഓഫ് ലൈറ്റ് റിഫ്ലക്റ്റ് ഫ്രം സർഫസ്. നമ്മൾ സർഫസിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെ മെഷർ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രൈറ്റ്നെസ് പറയുന്നത്, അല്ലെങ്കിൽ ലൂമിനൻസ് പറയും. ഓക്കെ, അത് നമ്മൾ അതിനെ അളക്കുന്ന യൂണിറ്റാണ് ലംബാർട്ട് എന്ന് പറയും. ലംബാർട്ട്,
LUMBART. ലംബാർട്ട് എന്നുള്ള യൂണിറ്റിലാണ് നമ്മൾ ബ്രൈറ്റ്നെസ്സിനെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റുകളൊന്ന് ഓർത്ത് വെക്കണം. അപ്പം മെഷർമെൻറ്റ് ഓഫ് ലൈറ്റ് നമ്മൾ എന്തൊക്കെ തരത്തിലാണെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് വരുന്നത് നാച്ചുറൽ ലൈറ്റിംഗ് ആണ്. എന്താണ് നാച്ചുറൽ ലൈറ്റിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്? നാച്ചുറൽ ലൈറ്റിംഗ് ഈസ് ദി പാർഷ്യലി ഡിറൈവ്ഡ് ഫ്രം ദി വിസിബിൾ സ്കൈ ആൻഡ് പാർഷ്യലി ഫ്രം ദി റിഫ്ലക്ഷൻ. ഇപ്പം നാച്ചുറൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ, നമുക്ക് കൃത്യമായിട്ടുള്ള സൂര്യപ്രകാശം വരുന്നത് തന്നെയാണ് നാച്ചുറൽ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് ആകാശത്തിലുണ്ടാവും പാർഷ്യലി ഫ്രം ദി വിസിബിൾ സ്കൈ. അതേപോലെ തന്നെ റിഫ്ലക്ഷൻ വഴിയും നാച്ചുറൽ ലൈറ്റിംഗ് ഉണ്ടാവും. അത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇപ്പം ആ ഒരു ദിവസത്തെ സമയം, ഇപ്പം സൺലൈറ്റ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നാച്ചുറൽ ലൈറ്റിംഗ് കിട്ടും. അതേപോലെ തന്നെ ഓരോ സീസണും അതേപോലെ തന്നെ കാലാവസ്ഥയ്ക്കും അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൻ്റെ പൊല്യൂഷനും അനുസരിച്ചാണ് നാച്ചുറൽ ലൈറ്റിങ്ങിൻ്റെ തോത് ഉണ്ടാവുള്ളൂ. അത് കുറഞ്ഞും കൂടിയിരിക്കും. ഓക്കെ, ഇപ്പം മഴക്കാലമാണെങ്കിൽ നാച്ചുറൽ ലൈറ്റിങ് താരതമ്യേന കുറവായിരിക്കും. അതേപോലെ തന്നെ ഈ പൊല്യൂഷൻ ഉള്ള സമയങ്ങളിലും നാച്ചുറൽ ലൈറ്റിങ് കുറവായിരിക്കും. അപ്പം അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്, അത് ഓരോ ദിവസത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ തന്നെ സീസണും കാലാവസ്ഥയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി എങ്ങനെയാണ് വരുന്നത്? സജഷൻ ഫോർ ഇംപ്രൂവിങ് ദി ഡയലൈറ്റ് ഇലുമിനേഷൻ. അത് ഡയലൈറ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഓറിയൻറ്റേഷനാണ്. ഓറിയൻറ്റേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദി ബ്രൈറ്റ്നസ് ഓഫ് ദി സ്കൈ ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ് ഇൻ ദി, നമ്മളത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നാൽ മാത്രമാണ് അല്ലേ സ്കൈയിൽ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പൊല്യൂഷനും അതേപോലെ തന്നെ വെതർ കണ്ടീഷനൊക്കെ അനുസരിച്ച് നമുക്കത് എന്തുണ്ടാക്കാൻ പറ്റും? ഇതിങ്ങനെ പറയുന്നത് സ്കൈ ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ് ഇൻ ദി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ആൻഡ് ദെർഫോർ ദി ഇല്ലുമിനേഷൻ ഓഫ് സബ്ജക്റ്റ് ടു വാല്യുവേഷൻ. The direct phenomenon of sunlight from east or west may heat up the rooms. So the building must face north and south for uniform lighting എന്ന് പറയുന്നത്. നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ ലൈറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ഓറിയൻറ്റേഷൻ കറക്റ്റ് ആകുമ്പോൾ ഈസ്റ്റ് വെസ്റ്റിലാകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ലൈറ്റിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരുന്നത്? ഈസ്റ്റും വെസ്റ്റും പറഞ്ഞാൽ എന്താണ്? സൺ സെറ്റും അതേപോലെ തന്നെ സൺറൈസും ഉണ്ടാകുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ലൈറ്റിങ്ങിന് നമുക്ക് സാധ്യമാണ്. ഇപ്പോൾ വീടിനകത്താണെങ്കിലും കൂടെ ഈസ്റ്റ് വെസ്റ്റൊക്കെ ആയിട്ട് വിൻഡോസും അതേപോലെ തന്നെ ഡോർസൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ലൈറ്റിങ്സ് സാധ്യമാവും. ഓക്കെ, അപ്പം അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഡയലൈറ്റ് ഇലുമിനേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജഷൻസ് ആണ് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് റിമൂവൽ ഓഫ് ഒബ്സ്ട്രക്ഷൻസ് ആണ് പറയുന്നത്. ഒബ്സ്ട്രക്ഷൻസ് റിമൂവ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ബിൽഡിംഗ് ആണെങ്കിൽ ഒബ്സ്ട്രക്ഷൻസ് നിയർ ദി ബിൽഡിംഗ് ഷുഡ് ബി റിമൂവ്ഡ് വോളി ഓർ പാർഷ്യലി. നമുക്കിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള ഇതേപോലെ ഈ പ്രകാശം നമുക്ക് ലഭ്യമാവാത്ത തരത്തിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു നാച്ചുറൽ ലൈറ്റിങ്സ് നമുക്ക് വീടിനകത്തേക്കും ലഭ്യമാവാൻ കാരണമാവും. ഓക്കെ, ഇനി വിൻഡോസ് വരുന്നുണ്ട്. വിൻഡോസിൽ എന്താ ഉദ്ദേശിക്കുന്നത്? വിൻഡോസ് ഷുഡ് ബി പ്രോപ്പർലി പ്ലാൻഡ് വിത്ത്, അതിൻ്റെ സൈസാണ് പറയുന്നത്. ചെറിയ വിൻഡോസ് ആണെങ്കിൽ എന്തുണ്ടാവും? നമുക്ക് നല്ല രീതിയിലുള്ള വെളിച്ചം കിട്ടുന്നതിന് കുറവ് വരും. അപ്പോൾ വലിയ രീതിയിലുള്ള വിൻഡോസുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ സൈസും അതേപോലെ തന്നെ ഷേപ്പൊക്കെ നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഡയലൈറ്റ് നമുക്ക് ലഭ്യമാക്കാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ റൂംസിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ എങ്ങനെ ചെയ്യണം? കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവാത്ത രീതിയിൽ ഇൻറ്റീരിയേഴ്സ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള നാച്ചുറൽ ലൈറ്റിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഈ ഡയലൈറ്റിൻ്റെ മെഷർമെൻ്റ് ആണ്. അതിൻ്റെ യൂണിറ്റ് വരുന്നത് ഡയലൈറ്റ് ഫാക്ടറാണ് വരുന്നത്. ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. മെഷർമെൻറ്റ് ഓഫ് ഡയലൈറ്റിൻ്റെ യൂണിറ്റ് ഡയലൈറ്റ് ഫാക്ടർ വരുന്നുണ്ട്. അതിനുപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് ഡയലൈറ്റ് ഫാക്ടർ. മീറ്ററാണ് അതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് വരുന്നത്. അപ്പോൾ ഡയലൈറ്റ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡയലൈറ്റ് ഫാക്ടറും അതിനുപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് ഡയലൈറ്റ് ഫാക്ടർ മീറ്ററുമാണ്. ഓക്കെ, അപ്പോൾ ലൈറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു കുറച്ച് ഭാഗങ്ങളാണ് നമുക്കൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളൂ. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും നോക്കാനുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ലൈറ്റിനകത്തേക്ക് വരുന്നത്. ഇനി കൂടെ തന്നെ വരുന്നത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് വരുന്നുണ്ട്. അപ്പം ഡയലൈറ്റ് കഴിഞ്ഞു. ഇനി വരുന്നത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ആണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. വെൻ ദി ഡൈലൈറ്റ് ഈസ് നോട്ട് അഡിക്വേറ്റ്, ഡൈലൈറ്റ് നമുക്ക് ഒരു ആവശ്യത്തിന് ഡൈലൈറ്റ് നമുക്ക് ലഭ്യമാവില്ലെങ്കിൽ, ആൻഡ് ഇറ്റ് ഷുഡ് ബി ആസ് ക്ലോസ് ആസ് ഡൈലൈറ്റ് ഇൻ കമ്പോസിഷൻ. നമ്മൾ രണ്ട് ടൈപ്പിലാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ആണ്. ഒന്ന് ഡയറക്റ്റ് ലൈറ്റിംഗ് കൊടുക്കും, അതേപോലെ തന്നെ സെമി ഡയറക്റ്റ് ലൈറ്റിംഗ് ഉണ്ട്, പിന്നെ ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ഉണ്ട്, സെമി ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ഉണ്ട്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് കൊടുക്കുന്നത്, ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കൊടുക്കുന്നത്. അപ്പം എങ്ങനെയൊക്കെയാണ് ഡയറക്റ്റ് ലൈറ്റിംഗ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് നോക്കാം. ഏകദേശം ഒരു 99 to 100% ഓഫ് ലൈറ്റ് ഈസ് പ്രൊജക്റ്റഡ് ടുവാർഡ്സ് ദി വർക്ക് ഏരിയ. ഇറ്റ് ഈസ് എഫിഷ്യൻറ്റ് ആൻഡ് എക്കണോമിക്കൽ. മേക്ക് ഷുവർ ലൈറ്റ് ഡസ് നോട്ട് ഫാൾ ഡയറക്റ്റ്ലി ഇൻ ടു ദി ഐസ്. നമുക്ക് എന്ത് വേണം? ഡയറക്റ്റ് ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്ത് വേണം? ഡയറക്റ്റ് ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 99 മുതൽ 100% ഡയറക്റ്റ് ലൈറ്റ് നമുക്ക് എവിടേക്ക് വേണം? നമുക്ക് വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസിലേക്ക് ലഭ്യമാവണം. അതാണ് ഡയറക്റ്റ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതിന് ഇനി എന്ത് വേണം? അത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ കണ്ണിലേക്ക് തട്ടാത്ത രീതിയിൽ വേണം അത് അറേഞ്ച് ചെയ്യാൻ, ഡയറക്റ്റ് ലൈറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ. ഓക്കെ. ഇനി സെമി ഡയറക്റ്റ് ലൈറ്റിങ്ങിലേക്ക് വരുമ്പോഴോ ഏകദേശം ഒരു 10 to 40% ഓഫ് ലൈറ്റ് ഈസ് പ്രൊജക്റ്റഡ് അപ്വേർഡ്, ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഓൺ ദി ഒബ്ജക്റ്റ് ബൈ സീലിംഗ്. നമുക്ക് ഏകദേശം ഒരു 10 to 40%, ഇപ്പോൾ സെമി ഡയറക്റ്റ് ലൈറ്റിംഗ് ആണ് പറയുന്നത്. ഡയറക്റ്റ് ലൈറ്റിംഗ് പറയുമ്പോൾ 99 to 100% നമുക്ക് ആ വർക്ക് പ്ലേസിലേക്ക് കിട്ടണം. അതുപോലെ തന്നെ സെമി ഡയറക്റ്റ് പറയുമ്പോൾ ഇത് റിഫ്ലക്റ്റഡ് ലൈറ്റാണ് പറയുന്നത്. അപ്പോൾ സീലിങ്ങിലേക്കൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റാണ് പറയുന്നത് സെമി ഡയറക്റ്റഡ് ലൈറ്റ്. അത് 10 to 40% ആണ് പറയുന്നത്. അതിൻ്റെ പ്രൊജക്ഷൻ്റെ റേറ്റ് പറയുന്നത് 10 to 40% ആണ്. ഇനി ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് എന്താ പറയുന്നത്? ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് പറയുമ്പോൾ അതും ഈ 90 to 100% ആണ് പറയുന്നത്. 90 to 100% ഓഫ് ലൈറ്റ് ഈസ് പ്രൊജക്റ്റഡ് അപ്വേർഡ് ടു ദി സീലിംഗ് ഓർ വാൾ. അപ്പം 90 മുതൽ 100% ലൈറ്റ് ഡയറക്റ്റായിട്ടല്ല, ഇൻഡയറക്റ്റായിട്ട് നമുക്ക് സീലിങ്ങിലേക്കോ ചുവരിലേക്കോ അടിച്ചിട്ട് നമുക്ക് ലഭ്യമാക്കുന്ന ലൈറ്റിൻ്റെ തോതാണ് അറേഞ്ച്മെൻറ്റാണ് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അതിൻ്റെ സെമി ഇൻഡയറക്റ്റ് എന്ന് വരുമ്പോഴോ, സെമി ഇൻഡയറക്റ്റ് പറയുമ്പോൾ 60 to 90% ഓഫ് ലൈറ്റ് അപ്വേർഡ് ദി റസ്റ്റ് ഡൗൺവേർഡ്സ്. നമുക്ക് സെമി ഇൻഡയറക്റ്റ് പറയുമ്പോൾ 60 മുതൽ 90% ലൈറ്റ് മുകളിലേക്കും, അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി വരുന്ന ബാലൻസ് റസ്റ്റ് വരുന്നത് താഴേക്കും ഉള്ള രീതിയിലാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിലായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. ഇനി വരുന്നത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ്, രണ്ട് മിക്സ് ആയിട്ടാണ് വരുന്നത്. ലൈറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി, ഒരേ തോതിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡയറക്റ്റ് ലൈറ്റിംഗ് വരുമ്പോൾ 90 to 100% ലൈറ്റ് നമുക്ക് വർക്ക് ഏരിയയിലേക്ക് കൃത്യമായിട്ട് കിട്ടണം. നമ്മുടെ കണ്ണിലേക്ക് ഡയറക്റ്റ് അത് തട്ടാത്ത രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ്. ഇനി സെമി ഡയറക്റ്റ് ആകുമ്പം നമുക്കറിയാം, ഡയറക്റ്റ് പറയുമ്പോൾ നേരിട്ട് വരുന്നത്. സെമി ഡയറക്റ്റ് ആകുമ്പോൾ ഇതിൻ്റെ റിഫ്ലക്റ്റഡ് ലൈറ്റാണ് നമുക്ക് ലഭ്യമാവേണ്ടത്. അത് 10 to 40% ആണ് വേണ്ടത്. ഇനി ഇൻഡയറക്റ്റ് എന്ന് വരുമ്പോൾ എന്താ പറയുക, നമുക്ക് നേരിട്ടല്ലാത്ത രീതിയിൽ, അതായത് അതിൽ പറയുന്നത് 90 to 100% ലൈറ്റ് ഈസ് പ്രൊജക്റ്റഡ് അപ്വേർഡ് ദി സീലിംഗ് ഓർ വാൾ. നമുക്ക് സീലിങ്ങിലേക്കോ വാളിലേക്കോ കിട്ടുന്ന ലൈറ്റ് ഇൻഡയറക്റ്റായിട്ട് കിട്ടുന്നത് അതിൻ്റെ 90 to 100% പ്രൊജക്റ്റഡ് ലൈറ്റാണ് പറയുന്നത്. അതേപോലെ തന്നെ സെമി ഇൻഡയറക്റ്റ് വരുമ്പോഴോ അതിലും ഇങ്ങനെ പറയുന്നു, 60 to 90% ഓഫ് ലൈറ്റ് അപ്വേർഡ് ആൻഡ് റസ്റ്റ് ഡൗൺവേർഡ്. 60 മുതൽ 90% മുകളിലേക്ക്, നമുക്കിപ്പോൾ സീലിങ്ങിലേക്കാണെങ്കിലും അതുപോലെ വാളിലേക്കാണെങ്കിലും 60 മുതൽ 90% അങ്ങോട്ട് പോയി അതിന് ബാക്കി വരുന്നതെല്ലാം താഴേക്ക് വരുന്ന രീതിയിലായിരിക്കണം അത് അറേഞ്ച് ചെയ്യേണ്ടത്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലൈറ്റിനിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ മെത്തേഡ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇലൂമിനേഷൻ എന്തൊക്കെയാണ് ഇതിൻ്റെ മെത്തേഡുകൾ? ഫിലമെൻ്റ് ലാമ്പുകളുണ്ട്, നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഫിലമെൻ്റ് ലാമ്പുകൾ. അതിൽ എത്രത്തോളം ലൈറ്റ് വരുന്നത് ഇത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 5% ലൈറ്റ് വരുമ്പോൾ അതിനകത്ത് നിന്ന് 95% ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫിലമെൻ്റ് ലാമ്പുകളിൽ. പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ബൾബുകളാണ് നമുക്കതിൻ്റെ ഉദാഹരണം പറയാനുണ്ട്. അത് 5% ലൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും 95% അത് അതിൻ്റെ കൂടെ തന്നെ ചൂടും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി ഫ്ലൂറസെൻ്റ് ലാമ്പുകളിലേക്ക് വരുമ്പോഴെങ്ങനെ വരുന്നത്? ഫ്ലൂറസെൻ്റ് ലാമ്പ് വരുമ്പോൾ നമുക്ക് ട്യൂബ് ലൈറ്റുകളൊക്കെ അതിന് ഉദാഹരണം പറയാം.
ട്യൂബ് ലൈറ്റുകളൊക്കെ. അപ്പോൾ ഈ ഫ്ലൂറസെൻ്റ് ലാമ്പുകളൊക്കെ എത്ര വരുന്നത്? അത് 21% ലൈറ്റ് വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ 75% ചൂടും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഫ്ലൂറസെൻ്റ് ലാമ്പുകൾ 21% ലൈറ്റും അതുപോലെ തന്നെ 79% ചൂടുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന LED ലാമ്പുകളൊക്കെ എങ്ങനെ വരുന്നത്? അതിൽ വരുന്നത് 95% ലൈറ്റാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ ചൂടിൻ്റെ അളവ് 5% ചൂടും ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ആ പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താ പറയുന്നത്? ഐ റെസ്പോണ്ട് ടു ദ റേഞ്ച് ഇലൂമിനേഷൻ റേഞ്ചിങ് എത്രയാണ് വരുന്നത്? ഇലൂമിനേഷൻ്റെ റേഞ്ച് നമുക്ക് കണ്ണിന് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ഇലൂമിനേഷൻ്റെ റേഞ്ച് ഫ്രം 0.1 ലക്സ് ടു 1 lakh ലക്സ് ആണ് പറയുന്നത്. ഓക്കെ, 0.1 ലക്സ് മുതൽ 1 ലക്ഷം ലക്സ് വരെയാണ് നമുക്ക് കണ്ണിന് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇലൂമിനേഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി അതിലെന്ത് പറയുന്നത്? വിഷ്വൽ എഫിഷ്യൻസി increases with the increase in the illumination, but higher level it comes to a സാച്ചുറേഷൻ പോയിൻ്റ്. നമുക്ക് അറിയാമല്ലേ, ഈ റേഞ്ചിൽ നിന്ന് കൂടുതൽ വരുമ്പോൾ, ഈ ഇലുമിനേഷൻ്റെ റേഞ്ച് കൂടുതൽ വരുമ്പോൾ നമുക്ക് കണ്ണിന് നമ്മുടെ വിഷ്വലിന് പ്രശ്നം വരും. ഇലുമിനേഷൻ ലെവൽ ഷുഡ് ബി 30 times higher than the level at which the task can be just done. Illumination level should be 30 times higher than the level at which the task can be just done. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് പറയുന്നത്. ഇനി അതിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിപ്പോൾ ഒരു വിഷ്വൽ ടാസ്ക് ചെയ്യുന്നതിന് ആ ഇലുമിനേഷൻ്റെ റേഞ്ചാണ് പറയുന്നത്. ഇപ്പം കാഷ്വൽ റീഡിങ് നമുക്ക് എത്ര ഇലുമിനേഷനാണ് വേണ്ടത്? 100 ഇലുമിനേഷനാണ് വേണ്ടത്. ഓക്കെ, ജനറൽ ഓഫീസ് വർക്കിന് വേണ്ടത് 400 ലക്സ് ആണ് വേണ്ടത്. അതേപോലെ തന്നെ ഫൈൻ അസംബ്ലിയിലേക്ക് എത്ര വേണ്ടത്? 900 ലക്സ് ആണ് വേണ്ടത്. ഇനി വെരി സിവിയർ ടാസ്ക്, വളരെ സിവിയർ ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യണമെങ്കിൽ 1300 മുതൽ 2000 ലക്സ് വരെയാണ് ഇലുമിനേഷൻ നമുക്ക് ആവശ്യമുള്ളത്. റെക്കമെൻഡഡ് ഇലുമിനേഷനാണ്. ഇനി വാച്ച് മേക്കിങ്ങിന് എത്രയാണ് വേണ്ടത്? അത് 2000 മുതൽ 3000 ലക്സ് ആണ് ഇലുമിനേഷൻ്റെ റേഞ്ച് വേണ്ടത്. ടേബിൾ ഒന്ന് ഓർത്ത് വെക്കണം. ഇനി നമുക്കതിൻ്റെ ബയോളജിക്കൽ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ബയോളജിക്കൽ എഫക്റ്റ് എന്തൊക്കെയാണുള്ളത്? ഡയലൈറ്റ് could cause the in vitro degradation of bilirubin. Nowadays this is used as the therapeutic measure in premature infant with hyperbilirubinemia. എന്താ പറയുന്നത്? ബയോളജിക്കൽ എഫക്റ്റ് എന്താ പറയുന്നത്? ഇറ്റ് ഇൻക്ലൂഡ് ദി എഫക്റ്റ് ഓഫ് ബയോളജിക്കൽ റോളാണ് പറയുന്നത്. നമുക്ക് ബോഡി ടെമ്പറേച്ചറിൻ്റെ ബയോളജിക്കൽ റോളാണ് എഫക്റ്റ് ചെയ്യുന്നത്. അത് ഫിസിക്കൽ ആക്ടിവിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വിറ്റാമിൻ ഡി അല്ലേ, നമ്മുടെ ടെമ്പറേച്ചർ, ഫിസിക്കൽ ആക്ടിവിറ്റി ആക്ടിവേഷൻ ഓഫ് വിറ്റാമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ലൈറ്റ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മെയിൻറ്റെയിൻ ബയോളജിക്കൽ റിതം ഓഫ് ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സ്റ്റിമുലേഷൻ ഓഫ് മെലാനിൻ സിന്തസിസ് ബയോളജിക്കൽ ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റാണ്. ആക്ടിവേഷൻ ഓഫ് പ്രിക്കോഷൻസ് ഓഫ് വൈറ്റമിൻ ഡി അല്ലേ. വൈറ്റമിൻ ഡി ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നാണ്? സൺലൈറ്റിൽ നിന്നാണ് വൈറ്റമിൻ ഡി നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ അതൊക്കെ ബയോളജിക്കൽ എഫക്റ്റാണ്. ലൈറ്റിങ്ങിൻ്റെ ബയോളജിക്കൽ എഫക്റ്റുകളാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ലൈറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്. വലിയ ടോപ്പിക്കൊന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ തന്നതിൽ തന്നെ ലൈറ്റിങ്ങിലത്തെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളും കൂടെ പഠിച്ചു പോകണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പോവാം. ഇതിന് നമുക്ക് നോയ്സും കൂടി ഈ ഇതിനകത്ത് കൂടെ തന്നെ നോക്കിയിട്ട് പോവാം. ഓക്കെ, എന്താണ് നോയ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് അല്ലേ? നോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നില്ലേ, അൺവാണ്ടഡ് സൗണ്ടാണ്, ആവശ്യമില്ലാത്ത സൗണ്ടാണ് നോയ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഇങ്ങനെ പറയുന്നുണ്ട്: റോങ് സൗണ്ട് ഇൻ റോങ് പ്ലേസ് അറ്റ് ദി റോങ് ടൈം അല്ലേ. അതാണ് അൺവാണ്ടഡ് സൗണ്ട് എന്ന് പറയുമ്പോൾ, നോയ്സ് എന്ന് പറയുമ്പോൾ. ഇനി ഇപ്പോൾ 20th സെഞ്ച്വറീനെ എന്താണെന്ന് പറഞ്ഞിരുന്നത്, വിശേഷിപ്പിച്ചിരുന്നതാണ് സെഞ്ച്വറി ഓഫ് നോയ്സ് എന്നാണ് 20th 20ാം നൂറ്റാണ്ടിനെ വിശേഷിപ്പിച്ചിരുന്നത്. സെഞ്ച്വറി ഓഫ് നോയ്സ്
ഓക്കെ, ബിക്കം വെരി ഇമ്പോർട്ടൻറ്റ് സ്ട്രെസ് ഫാക്ടർ ഇൻ ദി എൻവയോൺമെൻറ്റ് ഓഫ് മെൻ. നമുക്ക് ഈ നോയ്സ് മുഖാന്തരം നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കം വെരി ഇമ്പോർട്ടൻറ്റ് സ്ട്രെസ് ഫാക്ടറാണ് ഈ നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോയ്സ് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അൺവാണ്ടഡ് സൗണ്ടാണ് നോയ്സ് എന്ന് പറഞ്ഞാൽ. റോങ് സൗണ്ട് ഇൻ റോങ് പ്ലേസ് അറ്റ് ദി റോങ് ടൈം എന്ന് പറയുന്നത് 20ാം നൂറ്റാണ്ടിനെ സെഞ്ച്വറി ഓഫ് നോയ്സ് എന്ന് കൂടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ സോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. എന്തൊക്കെയാണ് മെയിൻ സോഴ്സുകൾ എന്തൊക്കെയാണ്? ഓട്ടോമൊബൈൽസ് വരുന്നുണ്ട്, വാഹനങ്ങൾ, വാഹന ഗതാഗതം നോയ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഫാക്ടറീസ് നോയ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇൻഡസ്ട്രീസ്, എയർക്രാഫ്റ്റ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് യൂസായിട്ടും കൂടെ നമുക്ക് നോയ്സ് ഉണ്ടാവുന്നുണ്ട്, നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അപ്പം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇല്ലേ നോയ്സ് ലെവൽ എങ്ങനെയാണ് ഹയറാണ് വരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വരുന്നുണ്ട്, ബസ് ടെർമിനലുകളിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് നോയ്സ്. അതിൽ ഫസ്റ്റ് വരുന്നത് ലൗഡ്നെസ് ആണ്. എന്താണ് ലൗഡ്നെസ്? ഇൻറ്റൻസിറ്റി എന്ന് പറയും. ലൗഡ്നെസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ വിച്ച് ഇനിഷ്യേറ്റഡ് ദി നോയ്സ്. അതിനെ മെഷർ ചെയ്യുന്ന എന്താ ഡെസിബിളിലാണ്. അതിൻ്റെ യൂണിറ്റ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഡെസിബിളിലാണ്. അപ്പോൾ ലൗഡ്നെസ്സിന് മെഷർ ചെയ്യുന്നത് ഡെസിബിൾ എന്ന യൂണിറ്റിലാണ് ലൗഡ്നെസ് മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻസ് വിച്ച് ഇനീഷ്യേറ്റഡ് ദി നോയ്സ്. നോയ്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന വൈബ്രേഷനാണ് ലൗഡ്നെസ് എന്ന് പറയുന്നത്. അപ്പം ലൗഡ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചത്തിലുള്ള സൗണ്ട്, ലൗഡായിട്ടുള്ളത്. അപ്പം അതിന് നമുക്ക് ഡെസിബിളിലാണ് നമ്മളതിനെ മെഷർമെൻറ്റ് ചെയ്യുന്നത്. ലൗഡ്നെസ് ഓഫ് വോയിസ് ഈസ് മെഷർഡ് ഫ്രം ഡെസിബിൾ. ഇനി നമുക്ക് എത്ര ഡെസിബിളാണ് ഇതിൻ്റെ നമുക്ക് ഒരു നോർമലായിട്ട് നമുക്ക് ഹിയറിങ്ങിന് നമുക്ക് സുഖപ്രദമായിട്ടുള്ള ഹിയറിംഗ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. പാർക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ടേബിൾ എടുത്തിരിക്കുന്നത്. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ നോർമൽ കൺവേഴ്സേഷനിൽ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഒരു കൺവേഴ്സേഷനിലുള്ള അതിൻ്റെ റേഞ്ച് നമുക്ക് വരുന്നത് 60 to 65 ഡെസിബിളാണ്. അതിൻ്റെ ലൗഡ്നെസ് നമുക്കറിയാം. അതിൻ്റെ സൗണ്ട് ആ 60 to 65 ഡെസിബിളിലുള്ള സൗണ്ടാണ് നമുക്കൊരു നോർമൽ കൺവേഴ്സേഷനിൽ ആവശ്യമുള്ളൂ. നമുക്കൊരു സ്മൂത്തായിട്ടുള്ള 2 തവണ ടൈപ്പിംഗ് ആയിട്ടുണ്ട്, ക്ഷമിക്കണം. നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് കേൾക്കാൻ ഒരു സുഖപ്രദമായിട്ടുള്ള ഒരു സൗണ്ട് വരുന്നത് 60 to 65 ഡെസിബിളിലാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു വിസ്പറിംഗ് എന്ന് വരും. വിസ്പറിങ്ങിൽ എത്ര വരുന്നത്? വിസ്പറിംഗ് എന്ന് പറയുന്നത് പതുക്കെ സംസാരിക്കുന്നത് അല്ലേ, 20 to 30 ഡെസിബിളാണ് വരുന്നത്. ഇനി ഹെവി സ്ട്രീറ്റ് ട്രാഫിക്കിൽ വരുമ്പോഴോ അത് 60 to 80 ഡെസിബിൾ വരുന്നുണ്ട്. ഹെവി സ്ട്രീറ്റിൽ വരുന്ന ലൗഡ്നെസ് വരുന്നത് 60 to 80 ഡെസിബിളാണ് വരുന്നത്. ഇനി ഫാക്ടറികളിൽ, ബോയിലർ ഫാക്ടറികളിൽ വരുന്നത് അബൌട്ട് 120 ഡെസിബിൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേഞ്ച്. ടേബിളിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇനി നമുക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ള മാക്സിമം നോയ്സ് ലെവൽ, ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. റെക്കമെൻഡഡ് മാക്സിമം നോയ്സ് ലെവൽ എന്ന് പറയുന്നത് 85 ഡെസിബിളാണ്. റെക്കമെൻഡഡ് മാക്സിമം ലെവൽ ഓഫ് അത് എന്താണ് നമുക്ക് കേൾക്കാവുന്നതിൻ്റെ പരമാവധി ഉള്ള ആ ഒരു ലൗഡ്നെസ്സാണ് ലെവലാണ് 85 ഡെസിബിൾസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പറിലെല്ലാം കണ്ടിട്ടുള്ളതാണ്. റെക്കമെൻഡഡ് മാക്സിമം ലെവൽ ഓഫ് നോയ്സ് എത്രയാണ്? 85 ഡെസിബിളാണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ ടേബിൾ പാർക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഈ ടേബിൾ ഒന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോവുക. ഇതിൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് ഉള്ളത്, പക്ഷെ ഒന്നുകൂടി ഒന്ന് കൃത്യമായിട്ട് ഒന്ന് നോക്കി പോകണം. ഇനി അടുത്തത് നമുക്ക് ഇപ്പം നോയ്സ് ലെവൽ വേണ്ട സ്ഥലങ്ങൾ, ഇപ്പം റെസിഡൻഷ്യലാണെങ്കിൽ ബെഡ്റൂമിലാണെങ്കിൽ എത്രയാണ് വേണ്ടത് നോയ്സ് ലെവൽ? ബെഡ്റൂമിലാണെങ്കിൽ നമുക്ക് നോയ്സ് ലെവൽ ഏകദേശം 25 ഡെസിബിളാണ് ബെഡ്റൂമിൽ നോയ്സ് ലെവൽ. അതിൻ്റെ റെക്കമെൻഡഡ് ലെവലാണ്. അക്സെപ്റ്റബിൾ നോയ്സ് ലെവൽ 25 ആണ്. അതേപോലെ തന്നെ ആകുമ്പം ലിവിങ് റൂമിൽ വരുമ്പോൾ അതൊരു 40 ഡെസിബിൾ വരും. ഇനി കൊമേഴ്ഷ്യലായിട്ട് വരുമ്പോൾ ഇപ്പോൾ ഓഫീസുകളിലാണെങ്കിൽ
ഏകദേശം 35 to 45 ആ റേഞ്ചിലാണ് നമുക്ക് നോയ്സ് ലെവൽ വേണ്ടത്. കോൺഫറൻസ് ആണെങ്കിൽ അത് 40 to 45 വരും. റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിൽ 40 to 60 ലെവലാണ് ഒരു അക്സെപ്റ്റബിൾ ലെവൽ നോയ്സ് ലെവൽ ഉണ്ടാവേണ്ടത്. ഇനി ഇൻഡസ്ട്രിയൽസിലാവുമ്പോൾ, വർക്ക്ഷോപ്പിലാവുമ്പോൾ എത്ര വരുന്നത്? വർക്ക്ഷോപ്പുകളിൽ 40 to 60 ഡെസിബിളാണ്. അതുപോലെ തന്നെ ലബോറട്ടറികളിലും വരുന്നത് 40 to 50 ഡെസിബിൾ വരുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ഇപ്പം സ്കൂളുകളിലാണെങ്കിൽ, ക്ലാസ് റൂമുകളിലാണെങ്കിൽ അത് വരുന്നത് 30 to 40 ഡെസിബിളും. ലൈബ്രറിയിൽ വരുന്നത് 35 to 40. ഇനി ഹോസ്പിറ്റൽ വാർഡുകളിൽ വേണ്ടത് 20 to 35 ഡെസിബിളാണ് അക്സെപ്റ്റബിൾ നോയ്സ് ലെവൽ പറയുന്നത്. അപ്പോൾ ഈ അക്സെപ്റ്റബിൾ നോയ്സ് ലെവലിൻ്റെ ഈ റേഞ്ചുകളും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയാണ് നമുക്ക് ഡിനോട്ട് ചെയ്യേണ്ടത്? നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയാണത് കണക്കാക്കേണ്ടതെന്ന് അറിയണം അല്ലേ? ഹെഡ്സിലാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. ഇതിൻ്റെ ലൗഡ്നെസ്സിൻ്റെ ഫ്രീക്വൻസി, ലൗഡ്നെസ് കഴിഞ്ഞു, അടുത്തതിൻ്റെ ഫ്രീക്വൻസിയാണ് വരുന്നത്. അതിൻ്റെ നോയ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്ന ഫ്രീക്വൻസി നമ്മളതിന് കണക്കാക്കപ്പെടുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഹെഡ്സിലാണ്. ഇത്ര ഹെഡ്സ് ഫ്രീക്വൻസി എന്നാണ് നമ്മൾ അത് മെഷർമെൻറ്റ് ചെയ്യുന്നത്. അതിലിങ്ങനെ പറയുന്നത് 1 ഹെഡ്സ് എന്ന് പറയുന്നത് 1 വേവ് പെർ സെക്കൻഡ്, 1 വേവ് പെർ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിനകത്ത് വരുന്ന ഒരു വേവിനെയാണ് നമ്മൾ ഹെഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീക്വൻസിയിൽ എന്താ പറയുന്നത്? അപ്പം എത്ര ഫ്രീക്വൻസിയാണ് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഹിയറിംഗ് നോക്കാം. ഹ്യൂമൻ ക്യാൻ ഹിയർ ഫ്രീക്വൻസീസ് ഫ്രം അബൌട്ട് 20 to 20,000 ഹെഡ്സ് ആണ് നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൻ്റെ. ഹ്യൂമൻ ക്യാൻ ഹിയർ ഫ്രീക്വൻസീസ്, ആ നമുക്ക് കേൾക്കാവുന്ന ഫ്രീക്വൻസിയുടെ റേഞ്ചാണ് പറയുന്നത്. 20 മുതൽ 20,000 ഹെഡ്സ് വരെയാണ് ആ ഒരു ഫ്രീക്വൻസി ലെവലിൽ നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ വരുമ്പോൾ 20 ഹെഡ്സിന് താഴെ വരുമ്പോൾ അത് ഇൻഫ്രാ ഓഡിബിളാവും. എബോ 20 കിലോ ഹെഡ്സ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ 20,000 കിലോ ഹെഡ്സ് വരുമ്പോൾ അത് അൾട്രാസോണിക് ആവും, വിച്ച് ക്യാൻ ബി ഹെഡ് ബൈ ഡോഗ്സ്. അത് ഡോഗ്സിൽ മാത്രമാണ് ഈ അൾട്രാസോണിക് സൗണ്ടുകൾ കേൾക്കാൻ പറ്റുന്നത്. നോയ്സ് ക്യാൻ ആൾസോ ബി എക്സ്പ്രസ്ഡ് ആസ് സൈക്കോ അക്കോസ്റ്റിക് ടേം. ഫോൺ എന്ന് പറയുന്ന ആ ടേമിലാണ് നമ്മളതിനെ നോയ്സിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇത്ര ഫോൺസ്, അപ്പം ഹെഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു യൂണിറ്റാണ് ഫോൺ എന്ന് പറയുന്നത്. ഫോൺ കൺസിഡേർഡ് ബോത്ത് ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ ഫ്രീക്വൻസി. ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസിയും ഒരേപോലെ. ഇൻറ്റൻസിറ്റി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ, എന്താണ്? ലൗഡ്നെസ് ആണ്. അപ്പോൾ ലൗഡ്നെസ്സും ഫ്രീക്വൻസിയും ഒരേപോലെ മെഷർ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഇതിലാണ്, ഫോൺ എന്ന പദത്തിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ ബേസിക് ഇൻസ്ട്രുമെൻ്റ്? അത് നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് ഇൻസ്ട്രുമെൻറ്റുകളാണ് പറയുന്നത്. സൗണ്ട് ലെവൽ മീറ്റർ, DB എന്ന് പറയും, ഡെസിബിളിൽ. ഇനി ഒക്ടേവ് ബാൻഡ് ഫ്രീക്വൻസി അനലൈസർ, ഇതിന് അഡീഷണൽ ആയിട്ട് ഇട്ടിരിക്കുന്ന നോട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഓഡിയോ മീറ്ററുകൾ. ഇതാണ് ബേസിക് ഇൻസ്ട്രുമെൻ്റ് ഓഫ് നോയ്സ് മെഷർ ചെയ്യുന്ന ബേസിക് ഇൻസ്ട്രുമെൻറ്റ്സുകളാണ് 3 കൊടുത്തിരിക്കുന്നത്. ഒന്ന് സൗണ്ട് ലെവൽ മീറ്റർ വരുന്നുണ്ട്, ഒക്ടേവ് ബാൻഡ് ഫ്രീക്വൻസി അനലൈസർ വരുന്നുണ്ട്, അതിന് പറയുന്നത് ഒക്ടേവ് ബാൻഡ്സ് എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഓഡിയോ മീറ്റർ വരുന്നുണ്ട്. ഇനി ഇത് എഫക്റ്റ് ഓഫ് നോയ്സ് എക്സ്പോഷർ നോക്കാം. നോയ്സ് എക്സ്പോഷർ ആകുമ്പോൾ അതിന് എന്തൊക്കെ എഫക്റ്റുകളാണ് ഉണ്ടാവുക നോക്കാം. ഒന്ന് ഓഡിറ്ററി എഫക്റ്റുകളാണ്. ഒന്ന് ഓഡിറ്ററി ഫാക്റ്റീവ് എന്ന് പറയും. ഓക്കെ, ഹാപ്പൻസ് എബോ 90 ഡെസിബിൾ ആൻഡ് എബോ 4,000 ഹെഡ്സ്. എങ്ങനെ പറയുന്നത്? നമ്മളിപ്പോൾ അറിയാമല്ലോ, നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള മാക്സിമം ലെവൽ എന്ന് പറഞ്ഞാൽ 85 ഡെസിബിളാണ്. അപ്പം 85 എന്ന് വരുമ്പോൾ കൂടുതലാകുമ്പോൾ 90 ഒക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഹിയറിങ്ങിന് പ്രശ്നമുണ്ടാവും. ഓഡിറ്ററി ഫാക്റ്റീവ് വരും, നമുക്ക് ഹിയറിങ് ഒരു ഡിസ്കംഫർട്ട് വരും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സൈഡ് എഫക്റ്റ് സച്ച് ആസ് വിസിലിംഗ് ആൻഡ് ബസ്സിങ്. ഈ സൗണ്ടിൻ്റെ ലെവൽ കൂടുമ്പോൾ അതൊരു വിസിലിംഗ് പോലെയാണ് നമുക്ക് അത് ശ്രവിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അതാണ് ഓഡിറ്ററി ഫാറ്റീവ് എന്ന് പറയുന്നത്. ചെവിയിലൊരു മൂളൽ മാത്രമായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതാണ് ഓഡിറ്ററി ഫാറ്റീവ് പറയുന്നത്. ഇനി പിന്നെ വരുന്നത് ഡെഫ്നെസ് ആണ്. ഡെഫ്നെസ് എന്താ പറയുമ്പോൾ ലോസ് ഓഫ് ഹിയറിംഗ് എബിലിറ്റി, നമുക്ക് ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥ. ക്യാൻ ബി ടെമ്പററി ഓർ പെർമനൻറ്റ്. അത് ചിലപ്പോൾ അത് ടെമ്പററി ആയിട്ട് ഒരല്പം നേരത്തേക്കേ ഉണ്ടാവുള്ളൂ, ചിലത്
അത് സ്ഥിരമായിട്ട് അങ്ങനെ ഒരു ടഫ്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോസ്ഡ് ഡ്യൂ ടു ദി എക്സ്പോഷർ ഓഫ് സൗണ്ട് ഗ്രേറ്റർ ദാൻ 90 ഡെസിബിൾ ഫോർ എ ലോങ് ടൈം. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ 85 വരെയാണ് നമുക്ക് മാക്സിമം ലെവല്. അപ്പോൾ ഈ 90 ഡെസിബിളൊക്കെ അത്രയും സൗണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, അതിനൊരു ലോങ് ടൈം അത് ഇങ്ങനെ നമുക്ക് നമ്മുടെ ചെവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ ഉള്ള ഒരു ലോസ് ഓഫ് ഹിയറിംഗ് ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് ഡഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോൺ ഓഡിറ്ററി എഫക്റ്റുകൾ എന്തൊക്കെയാണ് വരുന്നത്? നോൺ ഓഡിറ്ററി എഫക്റ്റുകളിൽ ഇൻ്റർഫേസ് വിത്ത് സ്പീച്ച് വരുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ അനോയൻസ് ശല്യമായിട്ട് വരുന്നുണ്ട്. എഫിഷ്യൻസി, സൈക്കോളജിക്കൽ ചേഞ്ചസ്, ഇത്തരം കാര്യങ്ങളാണ് നോൺ ഓഡിറ്ററി എഫക്റ്റുകളിൽ വരുന്നത്. ഇനി നമുക്കത് കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. നോയ്സ് കൺട്രോൾ എന്തൊക്കെയാണ്? നോയ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, കെയർഫുൾ പ്ലാനിങ് ഓഫ് സിറ്റീസ് നല്ല കെയർഫുള്ളായിട്ട് പ്ലാനിങ് ചെയ്യണം. അങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ദി പ്ലാനിങ് സിറ്റീസ് ദി ഫോളോയിങ് മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ നോയ്സ് റെഡ്യൂസ് ചെയ്യാനുള്ളത് എന്താ വേണ്ടത്? ഡിവിഷൻ ഓഫ് സിറ്റീസ് ഇത് സോൺ വിത്ത് സെപ്പറേറ്റ് ഏരിയാസ് കൺസേൺഡ് വിത്ത് ഇൻഡസ്ട്രീസ് ആൻഡ് ട്രാൻസ്പോർട്ട്. അപ്പം ഈ ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടുകളൊക്കെ ഏറ്റവും കൂടുതൽ നോയ്സ് ഉണ്ടാകുന്നത് ഈ ട്രാൻസ്പോർട്ടിൽ നിന്നൊക്കെ അല്ലേ. ഇപ്പോൾ വാഹന ഗതാഗതത്തിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ നോയ്സുകൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ, അതിൻ്റെ സ്ഥലങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നോയ്സ് ലെവല് നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തോ പറ്റും. അതെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെപ്പറേഷനാണ് വേണ്ടത്. ഇപ്പം ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വീട്, ഹൗസിങ് ഏരിയ, റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നൊക്കെ കുറച്ച് ദൂരം ഒരു അകലെയാണ് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസൊക്കെ ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻ സിറ്റികളിൽ നിന്നൊക്കെ മാറിയിട്ടാണെങ്കിൽ നമുക്ക് ഈ നോയ്സിൻ്റെ ലെവൽ കുറയ്ക്കാൻ പറ്റും. അത് കാരണം അതുകൊണ്ട് അങ്ങനെ സെപ്പറേഷൻ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ആരോഗ്യകരമായിട്ട് നല്ലൊരു ഹിയറിംഗ് കപ്പാസിറ്റി നിലനിർത്തി പോകാൻ പറ്റും. അല്ലാത്ത പക്ഷം എന്തുണ്ടാവും? നമുക്കിപ്പം ഈ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ അടുത്ത് തന്നെ നമ്മുടെ ഹൗസിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ മെയിൻ ട്രാഫിക്കിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഹൗസിംഗ് ആണെങ്കിൽ നമുക്ക് സദാസമയവും ഈ വാഹനങ്ങളുടെ അതുപോലെ തന്നെ മറ്റ് സൗണ്ടുകളൊക്കെ കേട്ട് നമുക്ക് ആ നോയ്സ് ലെവൽ കൂടി നമ്മുടെ ഹിയറിംഗ് കപ്പാസിറ്റി കുറയാനും അതുമൂലം ഡെഫ്നെസ് ഉണ്ടാവാനും സാധ്യതയുണ്ട് അല്ലേ. ഇനി അതുപോലെ തന്നെയാണ് വരുന്നത് രണ്ടാമത്തെ പോയിന്റ് വരുന്നത് കൺട്രോൾ ഓഫ് വെഹിക്കിൾസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇപ്പം ഹെവി വെഹിക്കിൾസൊക്കെയാണ് കൂടുതലും ഉണ്ടാകുന്നത്. ഹെവി വെഹിക്കിൾ ഷുഡ് നോട്ട് ബി റൂട്ടഡ് ഇൻ ദി നാരോ സ്ട്രീറ്റ്. ചെറിയ പാതകളിലൂടെ ഇതേപോലെ തന്നെ റെസിഡൻഷ്യൽ ഏരിയകളിലൂടെയൊക്കെ ഹെവി വെഹിക്കിൾസൊക്കെ പാസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? കൂടുതലായിട്ടും ഈ സൗണ്ട്, പിന്നെ അതുപോലെ തന്നെ വലിയ ഹോണുകളൊക്കെ ബ്ലോ ചെയ്യുമ്പോൾ, വലിയ ഹോണുകളൊക്കെ ഇപ്പോൾ വലിയ വാഹനങ്ങൾ തീർച്ചയായിട്ടും വലിയ ഹോണുകളുണ്ടാവും, നല്ല സൗണ്ടുള്ള ഹോണുകളുണ്ടാവുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് വഴി നമുക്ക് നോയ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, വെഹിക്കിൾസിനെ കൺട്രോൾ ചെയ്യുന്ന വഴി. ഇനി അടുത്തത് പറയുന്നത് ഇംപ്രൂവ് ദി അക്വസ്റ്റിക് ഇൻസുലേഷൻ ഓഫ് ബിൽഡിംഗ്. ഇംപ്രൂവ് ദി അക്വസ്റ്റിക് ഇൻസുലേഷൻ ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ എന്താണ്? അത് സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസ് ആണ്. ആ ബിൽഡിങ്ങിലെ സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസുകളാണ് അത് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടത്. അത്ര കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നോയ്സ് ലെവൽ കുറയ്ക്കാൻ പറ്റും. അതിനൊരു ഉദാഹരണം പറയാം. നമുക്ക് സിനിമ തിയേറ്ററുകളിൽ ഇല്ലേ, സിനിമാ തിയേറ്ററുകളിൽ അവിടെ ഒരു സൗണ്ട് അക്കോസ്റ്റിക് കാര്യങ്ങളൊക്കെ ആ തിയേറ്ററിനകത്ത് ഇൻറ്റീരിയറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ നോയ്സിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ വലിയ വലിയ ഓഡിറ്റോറിയങ്ങളിലൊക്കെ ഇത്തരത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിൽഡിങ്ങിൽ അത് ഇത്തരം കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോയ്സിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് വരുന്നത് ഇൻഡസ്ട്രീസ് ആൻഡ് റെയിൽവേസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റിലെ പഠിച്ച് ടൗൺ പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ നോക്കി ഇൻഡസ്ട്രീസൊക്കെ എങ്ങനെ ഇത്തരത്തിലുള്ളതാണ് വേണ്ടതുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ഇൻഡസ്ട്രീസ് ആൻഡ് റെയിൽവേസിൽ വരുമ്പോൾ എന്താണ് വേണ്ടത്? നമ്മളെ നോയ്സ് കൺട്രോൾ ചെയ്യാൻ ഇൻഡസ്ട്രീസിൽ കൺട്രോൾ ഓഫ് നോയ്സ് അറ്റ് സോഴ്സ് പോസിബിൾ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യാൻ പറ്റും? സ്പെഷ്യൽ ഏരിയാസ് കൊടുക്കുക. നമുക്ക് ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു സ്പെഷ്യൽ ഏരിയാസ് കൊടുക്കുക. ഇതേപോലത്തെ ഇൻഡസ്ട്രീസിനും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ പ്രവർത്തിപ്പിക്കാനുള്ള സ്പെഷ്യൽ ഏരിയകൾ അവിടെ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരം മാറിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ
പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നോയ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത പോയിന്റ് വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് എക്സ്പോസ്ഡ് പേഴ്സൺ ആണ് പറയുന്നത് അല്ലേ. എന്താണ് ഈ പ്രൊട്ടക്ഷൻ ഓഫ് എക്സ്പോസ്ഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഹിയറിംഗ് പ്രൊട്ടക്ഷൻ ഈസ് റെക്കമെൻഡഡ് ഫോർ ആൾ വർക്കേഴ്സ് ടു ഹാവ് ദി കണ്ടിന്യൂസ്ലി എക്സ്പോസ്ഡ് നോയ്സ് ലൗഡർ ദാൻ 85 ഡെസിബിൾ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ എത്രത്തോളം വരുന്നുണ്ട്, ഇപ്പോൾ നമുക്ക് മാക്സിമം ലെവൽ റെക്കമെൻഡഡ് ലെവൽ 85 ഡെസിബിളാണ്. ഇതിലും കൂടുതൽ ഡെസിബിൾ സൗണ്ട് ഉള്ളിടത്തുനിന്ന് നോയ്സ് ഉള്ളിടത്തുനിന്ന് കൂടുതൽ നേരം വർക്ക് ചെയ്യാത്ത രീതിയിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടാക്കുക, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പം അത്തരത്തിൽ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ തുടർച്ചയായിട്ട് ഈ എബോവ് 85 ഡെസിബിൾ നോയ്സ് സൗണ്ട് നമുക്ക് ചെവിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഹിയറിംഗ് ലോസ് ഉണ്ടാവാം. അത്തരത്തിലുള്ള ആ ഒരു സാധ്യത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റുകൾ അവർക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, എക്സ്പോസ് ആവാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി ലെജിസ്ലേഷൻ വരുമ്പോൾ എന്താണ്, അതിന് കൃത്യമായിട്ടുള്ള വ്യവസ്ഥിതികളുണ്ടായിരിക്കണം ലെജിസ്ലേഷൻ. ഇപ്പം ചില നഗരങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അറിയും അവിടെ ഹോൺ വാഹനങ്ങളുടെ ഹോൺ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. അത്തരത്തിലൊക്കെ ലെജിസ്ലേഷൻ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നോയ്സിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. ഈ നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും വാൾ പോസ്റ്ററുകൾ അതുപോലെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസിലൊക്കെ കൊടുത്തിട്ട് കൃത്യമായിട്ടുള്ളൊരു അവബോധം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്ക് ഈ നോയ്സിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നോയ്സ് എന്നുള്ള പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇപ്പം ലൈറ്റ് അതുപോലെ തന്നെ നോയ്സ് എന്ന 2 പോർഷനാണ് ഈ ക്ലാസ്സിലുള്ളത്. ഇനി നമുക്ക് അടുത്ത് വരുന്നത് മറ്റ് ക്ലാസ്സുകൾ അടുത്ത ഇനി ഏകദേശം ഒരു 2 വീഡിയോ ആണ് ഉണ്ടാവുള്ളൂ. അതോട് കൂടിയിട്ട് നമ്മൾ എൻവയോൺമെൻറ്റ് സാനിറ്റേഷൻ എൻവയോൺമെൻറ്റ് ഹെൽത്ത് എന്ന പോർഷൻ നമ്മളിവിടെ ഏതാണ്ട് ഫിനിഷ് ആക്കുകയാണ്. അപ്പം ഈ വീഡിയോസിൽ ഇപ്പോൾ നോട്ട്സിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളും കൂടെ ഞാൻ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ച് വേഗതയിലാണ് പറഞ്ഞു പോയിരിക്കുന്നത്. കൃത്യമായി ഫോളോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.